നമസ്കാരം. സ്വർണത്തിൻ്റെ വില നമ്മുടെ കണ്ണ് തള്ളിക്കുന്ന രീതിയിലാണ് ഉയർന്നത്. പവന് 1,00,000 രൂപ കടന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു. കാരണം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ വിവാഹ ആവശ്യത്തിനും മറ്റുമായൊക്കെ തന്നെ ധാരാളം സ്വർണം ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകൾ പോലും കുറഞ്ഞത് ഒരു 5-10 പവനൊക്കെ പെൺകുട്ടികൾക്ക് സ്ത്രീധനമായി നൽകുന്ന പതിവ് നമ്മുടെ നാട്ടിൽ പണ്ടും ഇപ്പോഴൊക്കെ തന്നെ ഉള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വലിയ തോതിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നതൊക്കെ തന്നെ. അതേസമയം സ്വർണം കൈവശമുള്ള, അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോട്ടറി അടിച്ചതുപോലെയാണ് മാറിയത്. കാരണം ഒരു കാലത്ത് വളരെ ചുരുങ്ങിയ നിരക്കിൽ സ്വർണം വാങ്ങിയിരുന്ന പലർക്കും ഇന്നത് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ വിലയുള്ള സ്വർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇപ്പോൾ വിദഗ്ധന്മാർ പറയുന്നത് സ്വർണ്ണം മാത്രമല്ല, വെള്ളിയും ഇപ്പോൾ സ്വർണ്ണത്തെക്കാളും മുന്നിൽ നിൽക്കുന്നുവെന്നാണ്. ഒരു കാലത്ത് നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുമായിരുന്നത് പോലെ മിന്നുന്നതെല്ലാം വെള്ളിയല്ല എന്ന് പറയുന്ന ഒരു കാലം വരുമെന്നാണ് വിദഗ്ധന്മാർ ഇപ്പോൾ കണക്കൂട്ടുന്നത്. അവർ പറയുന്നത് വെള്ളിയുടെ വിലയും വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയിൽ നിക്ഷേപിക്കുന്നതും ഇനിയത്തെ കാലത്ത് വളരെ ലാഭകരമായ, അല്ലെങ്കിൽ നേട്ടമായി മാറും എന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം സ്വർണത്തിൻ്റെ വില 68% ഉയർന്നപ്പോൾ വെള്ളിയുടെ വില 168% വർദ്ധിച്ചത് എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം എത്രയോ ഇരട്ടി വലിയ തോതിലുള്ള വർധനയാണ് വെള്ളിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായിരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എങ്കിൽ പോലും വെള്ളിയിൽ നിക്ഷേപിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സ്വർണ്ണം പോലെ അല്ല വെള്ളിക്ക് മറ്റു ചില പ്രത്യേകതകളുണ്ട്. വെള്ളി വ്യാവസായിക ആവശ്യത്തിന് ധാരാളമായി നമ്മളിന്ന് ഉപയോഗിക്കുക, ഇലക്ട്രോണിക്സ് മേഖലയിലാണെങ്കിലും അതുപോലെ ഒരുപാട് വ്യാവസായിക രംഗങ്ങളിലൊക്കെ തന്നെ വെള്ളി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉണ്ടാകുന്ന ഡിമാൻഡിനനുസരിച്ച് വെള്ളിയുടെ വില വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളത് നിഷേധിക്കാനാവാത്ത കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ വെള്ളിയുടെ വില ഒരുപക്ഷെ പെട്ടെന്ന് ഇടിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ച് വേണം ആളുകൾ വിപണിയിൽ ഈ വെള്ളിയിൽ നിക്ഷേപിക്കാൻ എന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, വെള്ളിയുടെ വിപണി എന്ന് പറയുന്നത് സ്വർണ്ണത്തെക്കാൾ 10 മടങ്ങ് ചെറുതാണ്. നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെ വിപണിയുടെ ഒരു കാര്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെമ്പാടും സ്വർണ്ണത്തിൻ്റെ കടകളുണ്ട്. സ്വർണ്ണത്തിനായി ഒരുപാട് വലിയ വൻകിട ഷോറൂമുകൾ മുതൽ ചെറിയ ചെറിയ കടകൾ വരെയുണ്ട്. പക്ഷേ വെള്ളിക്കാണെങ്കിൽ അതുപോലെയുള്ള ഒരു വിപണന സാധ്യതകൾ നമ്മുടെ നാട്ടിലില്ല, ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. വെള്ളിക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന അപൂർവം കടകൾ മാത്രമാണുള്ളത്. ഇത്തരം സന്ദർഭത്തിൽ ഭാവിയിൽ ഇന്ന് സ്വർണ്ണത്തിൻ്റെ വില നാളെ ഒരുപക്ഷെ വെള്ളിക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അങ്ങനെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറെ നേട്ടമുണ്ടാക്കും എന്നാണ് ഇപ്പോൾ വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. വെള്ളി അങ്ങനെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പാട്ട് പാടുന്ന ചില ആളുകൾക്ക് തെറ്റുമ്പോൾ അതിന് വെള്ളി വീണു എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും സ്വർണ്ണത്തിനെ പോലെ തന്നെ വെള്ളിയും ലോകത്തെ ഏറ്റവും ശക്തമായൊരു ലോഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളി ആഭരണങ്ങൾ കൈവശമുള്ളവർ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇത് നിങ്ങൾ ഇപ്പോഴേ വിറ്റ് കളയരുത്. കാരണം ഭാവിയിൽ ഒരു പക്ഷേ ഇതിന് വലിയ തോതിലുള്ള വിലവർധന ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ ഭൗമരാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വം, അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചില നയങ്ങൾ, ഇവയൊക്കെ ഒരുപക്ഷെ ലോകത്ത് ഇത്തരത്തിലുള്ള ഈ ലോഹങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്നതിനും വിപണിയിൽ അത് ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളായി മാറിയിട്ടുണ്ട്. എങ്കിലും വെള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ അമൂല്യമായി തന്നെ കരുതി സൂക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. നേരത്തെ അമേരിക്കൻ സർക്കാരിൻ്റെ ബോണ്ടുകളൊക്കെ തന്നെ വളരെ വിലപിടിപ്പുള്ള, വളരെ സുരക്ഷിതമായ ഒരു നിക്ഷേപമായിട്ടാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ റഷ്യയുടെ ഇത്തരത്തിലുള്ള കുറേ നിക്ഷേപങ്ങൾ അമേരിക്ക മരവിപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പലരും ഇത്തരം ഈ അമേരിക്കൻ ട്രഷറിയിൽ പണം മുടക്കാൻ മടിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മളെ ഭാവിയിൽ സ്വർണ്ണത്തിലും വെള്ളിയിലുമൊക്കെ തന്നെ പണം നിക്ഷേപിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മൾ വെള്ളിയെ തന്നെയാണ് പ്രധാനമായി ഇനി അങ്ങോട്ടുള്ള കാലത്ത് ആശ്രയിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. കാരണം നിലവിൽ സ്വർണ്ണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളിക്ക് വില ഇപ്പോൾ കുറവാണെങ്കിലും ഭാവിയിൽ അതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയോ ഇരട്ടി സ്വർണ്ണത്തെക്കാൾ വെള്ളി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ചൈനയാകട്ടെ ഇപ്പോൾ വെള്ളിയുടെ കയറ്റുമതിക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും അധികം വെള്ളി ഖനനം ചെയ്യുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെള്ളി കൈവശമുള്ളവർ ഇനി അത് ഭദ്രമായി സൂക്ഷിച്ച് വെച്ചേക്കുക. അത് ഭാവി തലമുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും.